and welcome to Tejas World. ഹായ് ഗായ്സ്, ഇന്ന് ഞാനൊരു പുതിയ വ്ളോഗുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജർമ്മനിയിലേട്ടാണ് കേട്ടോ. ജർമ്മനിയിലെ മൈനിങ്ങൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ എല്ലാ ബ്രാൻഡ്സിൻ്റെയും ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ആദ്യമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ആ പോകുന്ന വഴിക്ക് നല്ല ജർമ്മനിയിലെ കൂടെ വില്ലേജസിലെ കൂടെ പോകുന്നത് കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. അങ്ങനെ ഈ പിള്ളേരും ഓരോരോ കാഴ്ചകളും വർത്തമാനങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ പോകുന്നത് എൻ്റെ കസിൻ വിനീയുടെയും സിനിലിനെയും കൂടുതലാണ് കേട്ടോ. അപ്പോൾ അവർ ആദ്യത്തെ സ്റ്റോപ്പ് നമ്മൾ അവരെ മീറ്റ് ചെയ്ത് ലഞ്ച് കഴിക്കുക എന്നുള്ളതാണ്. ജർമ്മനിയിൽ പോയി അവിടെ നമ്മളൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിലാണ് ആദ്യമായിട്ട് കയറിയത്. വിനിയും സിനിലിനെയും കണ്ടുമുട്ടി ഞങ്ങൾ ഓൾറെഡി പരിപാടിയിലിട്ട് കടന്നു. ജർമ്മനിയിൽ പൊതുവേ ഭയങ്കര വലിയ പോർഷൻസ് ആയിരിക്കും. അടിപൊളി ഫുഡും ആയിരുന്നു, പക്ഷേ പോർഷൻ ഭയങ്കര വലുതായിരുന്നു. ഇതൊന്നും കഴിച്ചു തീർക്കാൻ കൂടി പറ്റിയില്ല. ആ സൂപ്പൊക്കെ അവിടെ വെറുതെ നോക്കിയിരിക്കുകയായിരുന്നു പാവം. എൻ്റെ ആപ്പറ്റൈസറായിട്ട് വന്നതായിരുന്നു, പക്ഷേ കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ആദ്യം പോയത് മൈനിങ്ങിലെ ഈ ബ്രാൻഡഡ് ഔട്ട്ലെറ്റിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഒരു വിശാലമായ ഷോറൂമാണ്. ഇത് കണ്ടോ, ഇത്രയും ഈ കാണുന്ന എല്ലാ ബ്രാൻഡ്സിൻ്റെയും ഔട്ട്ലെറ്റ് ഇവിടെയുണ്ട്. വില കുറവാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. പക്ഷേ ഇവിടെ ഒന്ന് വന്ന് ഇതൊന്ന് കാണേണ്ടതാണെന്ന് എനിക്ക് തോന്നി. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. വിനിയും സിനിലും പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് നല്ല ചീപ്പായിട്ട് തന്നെ അവർക്ക് പല ബ്രാൻഡ്സും കിട്ടുമെന്ന്. എൻ്റെ രണ്ട് ചേട്ടന്മാർ ഓടിച്ചാടി വരുന്നു. സിനിലും ഇതിന് കൂടിയാണ്, അവർ രണ്ടുപേരും കൂടിയാണ് ഒരുമിച്ച് വന്നത്. വണ്ടിയൊക്കെ തുറന്നിട്ട് കാറ്റൊക്കെ കൊണ്ട്. അപ്പോൾ ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം തന്നെ പ്രാഡയാണ് ഐശ്വര്യമായിട്ട് നമ്മൾ കയറി കാണുന്നത്. ഇതൊക്കെ കാണാൻ കൊള്ളാമെന്നേ ഉള്ളൂ. എൻ്റെ കുലുമയ്ക്ക് ചേർന്ന ഒരു പ്രൈസേ അല്ല. എനിക്കിത്രയും വിലയുള്ള സാധനങ്ങളൊന്നും ഇട്ടാൽ ഒരു സന്തോഷം കിട്ടില്ല. അതുകൊണ്ട് അതെല്ലാം കണ്ട് കേട്ടും പോയി. പല ബ്രാൻഡുകൾ അറിയാവുന്നതുണ്ടായിരുന്നു, അറിയില്ലാത്തതുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഷോപ്പിങ്ങിൻ്റെ ഇടയ്ക്ക് വർത്തമാനം പറയുന്നു. ഞാൻ എല്ലാ ബ്രാൻഡ്സിലൊന്നും കയറിയില്ല. എനിക്ക് വളരെ കുറച്ച് ഇഷ്ടമുള്ള ബ്രാൻഡുകളുണ്ട്. അതിൻ്റെ അത് ചുമ്മാ കയറി നോക്കി കാര്യമായിട്ട് ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല. കാരണം വലിയ ലാഭമൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ബ്രാൻഡിൻ്റെ ആളും അല്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് തളർന്നു കഴിഞ്ഞപ്പോൾ ഒരു നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് കയറി. പിള്ളേർ ഐസ്ക്രീം കഴിച്ചു. അങ്ങനെ ആ ഒരു എന്താ പറയുക, ഭയങ്കര ചൂടുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഇച്ചിരി തണുപ്പൊക്കെ ചെന്നപ്പം ഒരു വളരെ സന്തോഷം ഒക്കെ തോന്നി കേട്ടോ. അപ്പോൾ മാത്രമല്ല റെസ്റ്റ്, ഇത്രയും കടകളൊക്കെ കയറി കണ്ടു കഴിഞ്ഞിട്ടേ ഒരു ഇച്ചിരി റെസ്റ്റ് വേണമല്ലോ. അങ്ങനെ ഈ സാധനങ്ങളൊക്കെയാണ് മേടിച്ചത്. വലിയ കാര്യമായിട്ടൊന്നും മേടിച്ചൊന്നുമില്ല, 1-2 സാധനങ്ങളൊക്കെ മേടിച്ചോളൂ. അങ്ങനെ ഞങ്ങൾ പിന്നെ വിനീൻ്റെ സിനിലിൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ സിനിൽ ഞങ്ങൾക്കൊരു അടിപൊളി ഇറച്ചി മപ്പാസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. എന്തായിരുന്നു ഉണ്ടാക്കുന്നത് സിനിൽ? മപ്പാസോ? മപ്പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ അടിപൊളി അടിപൊളി അടിപൊളി. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയാണോ? ഓക്കെ. ഓക്കെ, സോ അപ്പം ഇതിന്റെ അതെ അതാണ് എല്ലാത്തിനും സെയിം മസാലകള്. പിന്നെ ചിലപ്പോൾ ആ ഒരു ഇറച്ചി മസാല ഇച്ചിരി ചേഞ്ച് വരും. ഫിഷിനാണ് പിന്നെ ഒട്ടും മസാലകൾ ആവശ്യമില്ലാത്തത്. ജെൻസു പ്ലീസ്. ഓക്കെ, താങ്ക് യു. അതെ, എന്റെ പ്രേക്ഷകർ നിങ്ങളുടെ സൗണ്ട് കേട്ട് എന്റെ ഇന്നത്തെ VIP ഗസ്റ്റിന്റെ വർത്താനം കേൾക്കാൻ ഒന്നേ ഫ്രെയിമിലിട്ട് പ്രത്യേകമായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഒരു അപ്രീസിയേഷൻ കൊടുക്കുവാണ്. കുക്ക് ചെയ്യാൻ അറിയില്ലാത്ത 2 വ്യക്തികളാണ് കേട്ടോ. നേരത്തെ വേണ്ടെന്ന് വെക്കാറില്ല എന്ന് മാത്രം. അല്ല, വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. നേരത്തെ ആ മറ്റേ ചിപ്സ് ബാക്ക് ഓഫിൽ വെച്ചിട്ട് അയ്യോ സിനിലെ ഇത് എന്നാ സിനിലെ ചെയ്യണ്ടേ, എന്നെ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? ആരാ ചോദിച്ചേ? അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ്. തീർന്നു. അതായത് ചിക്കൻ വിങ്സ് കഴിച്ചു. അതെ, അത് എനിവേ എന്താണെങ്കിലും ഉള്ളി 2 സവാള എടുത്തല്ലേ. ഇതെന്തോരം ഉണ്ട് ആക്ച്വലി, ഞാൻ നോക്കിയില്ല. ഇത് എപ്പോ വേവിക്കാൻ വെച്ചു ഇത്? അപ്പൊ അതുകൊണ്ട് വലിയ കഷ്ണമാക്കി വിട്ടു. ഓക്കെ. ഇത് നല്ല അല്ലെങ്കിൽ ബീഫ് ഇങ്ങനെ
ഞങ്ങൾ വന്ന് പ്രമാണിച്ചാണോ ഇപ്പൊ നീ ജിഞ്ചർ കഴുകിയത് അതോ? ആ ഓക്കെ. ഓ എനിക്ക് ഇങ്ങനെ അറിയാൻ അറിയില്ല കേട്ടോ. ഇതുകൊണ്ട് എനിക്ക് ഇച്ചിരി ഫോളോവേഴ്സ് കൂടിയാൽ മതിയായിരുന്നു. ഇതിന് ശേഷം തലമുടി അഴിച്ചിട്ടിട്ട് നിൽക്കണം, അപ്പൊ ചിലപ്പോ കുറച്ചുകൂടി ഫോളോവേഴ്സ് കിട്ടുക. നെക്സ്റ്റ് വീഡിയോ ഞാൻ ഒരു നല്ല പേപ്പർ ഫ്ലൈറ്റ് ചെയ്യണതാണ് കാണിക്കാൻ പോണത്. ഞാൻ ഇട്ടാല് ഓക്കെ. എനിവേ വെളുത്തുള്ളിയുടെ തുണിയൊക്കെ ഇങ്ങനെ ഊരിക്കളയണം. അതെ ജെൻസ്, നിങ്ങൾ ഇതൊക്കെ കണ്ടുപിടിക്കുന്നുണ്ടോ? കുശുമ്പിന്റെ അങ്ങേയറ്റം ഞാൻ പറയണല്ലോ. പഠിക്കാനാ ഞാൻ പറഞ്ഞത്, എന്നിട്ട് വേണം വീട്ടിൽ ഒന്ന് ചെയ്ത്. ഫ്രീ അവനില്ല. അതെ ക്രാഷ് കോഴ്സ്. ഷോ എന്റെ ചിരി. സോ ഇത് ആക്ച്വലി വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഞങ്ങൾ തീരുമാനിച്ച ഒരു കാര്യമായിരുന്നു, ബീഫും ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് അല്ലെ, ബീഫ് മപ്പാസ്. ആക്ച്വലി അവൻ അവിടെ വന്ന് വീട്ടിൽ വന്നിട്ട് ചുമ്മാ ഇരിക്കാന്ന് വിചാരിച്ചിട്ട് വന്നവനാണ്. ആ വന്നവനെ കൊണ്ട് നിന്ന് തപ്പിൽ ബീഫ് കഴിച്ച് കുക്കറിനകത്ത് വെപ്പിച്ച് ഇപ്പൊ അവനെ കൊണ്ട് മപ്പാസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ ഒരു കുൽസിതമായ ഒരു ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് പാവ അവിടെ ഇരുന്ന് എല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞ ഞാൻ ഉള്ളി വരിക്കും അടിച്ച് അത് സമ്മതിക്കില്ല. പക്ഷെ ഇങ്ങനെ ഞാൻ വെച്ചാൽ അറിയില്ല, പ്രൊഫഷണൽ ആയിട്ട് ഞാൻ അറിയില്ല. പ്രൊഫഷണാലിറ്റി വേറെയാണ്. പിന്നെ വിനി അവിടെ നല്ല ചപ്പാത്തി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഉണ്ടായി വരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയില്. ഇവിടെ ഇതിപ്പോ എത്രാമത്തെ ക്ലാസ് ആടി കുടിക്കണേ? ആണല്ലേ, ഓക്കെ. അതുകൊണ്ട് ഭാഗ്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങക്ക് പ്രതീക്ഷയുണ്ട് ചപ്പാത്തി ആയി വരും. എന്റെ മോള് പറഞ്ഞ കേട്ടോ, ഇതൊന്ന് കുടിച്ച് തീർക്കാവോ അടുത്തെടുക്കാൻ വേണ്ടിട്ട്. കുഴച്ചു വെച്ച മാവ് വീണ്ടും വീണ്ടും കുഴച്ചോണ്ടിരിക്കുന്ന വിനി. അത് ഒരു കുപ്പി, രണ്ടാമത്തെ കുപ്പി ഓൺ ദ വെയിലാണ് അല്ലേ? പിന്നെ ആരെങ്കിലും ഒരാൾക്ക് ബോധം വേണ്ടെന്ന് കരുതി ഞാൻ കുടിച്ചിട്ടില്ല കേട്ടാ. അതിപ്പോ ഉണ്ടായി വരുന്ന സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ ഇപ്പൊ പറയാം. ഇത് കൊള്ളാലോ, ഇതിന്റെ ഐസ് വരുന്ന സാധനമാണോ? ഇത് കൊള്ളാലോ, ഇതുപോലത്തെ ഒരു ഫ്രിഡ്ജ് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണാം. മറ്റേ സാധാരണ ഇതിങ്ങനെ തുറക്കുമ്പം ഐസ് വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ സിംഗിൾ എങ്കിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ആഹാ, ഇവിടെ ലൈറ്റ് പോരാട്ടോ, എന്റെ ഷൂട്ടിങ്ങിന് ലൈറ്റ് പോരാ. ഇവിടെ ലൈറ്റ് ഉണ്ടോ? അവൻ വളരെ വൈബ് കയറി കോസി ഒരു മൂഡിനാണ്. അല്ല കുഴപ്പമില്ല, ഇതൊക്കെ നല്ല കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അതിൻ്റെ അത് എല്ലാം ഇട്ടു അല്ലേ, അരിഞ്ഞതെല്ലാം ഇട്ടു. ഞാനും റെസിപ്പി പഠിക്കുകയാണ്. കടുകിട്ട് അല്ലേ? ആ ഏലക്ക ഇട്ടോളൂ. ആ ഏലക്ക ഇട്ടു. അപ്പൊ കടുകിട്ടില്ലേ? കടുകിടാറില്ല. ഓക്കെ, ഏലക്ക മാത്രം ഇട്ടു. ഓക്കെ, ദൈവം ഈ റെസിപ്പി എൻ്റെ വ്ളോഗിലിട്ട് ഞാൻ തല്ലിയുള്ളൂ അതോ. അങ്ങനെ തകൃതിയായിട്ട് കുക്കിംഗ് എല്ലാം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങളുടെ കലബല കേട്ട് നിങ്ങൾക്ക് വട്ടാകുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഞങ്ങൾ കൂടുമ്പം കലബല എന്നൊക്കെ പറഞ്ഞു. എൻ്റെ പുതിയ വീട് വിനീസിനും ഇങ്ങനെ അടിപൊളിയായിട്ടാട്ടോ വെച്ചേക്കുന്നത്. ഇനി നല്ല അവരുടെ ഒരു വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവരുടെ ഒരു ഡെക്കറേറ്റിംഗ്. അപ്പം ഞങ്ങളിപ്പം വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് തീരുമാനിച്ചതാണ് ഈ കുക്കിംഗ് പരിപാടി. അതുകൊണ്ട് തന്നെ ഈ ലൈറ്റ് ഒന്ന് ഇടാവോ? ഭയങ്കര കോസി ഫീലിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവന് സ്റ്റീക്കോട് വേവിക്കാൻ ഇട്ടു, റിൻ ഫ്ലൈഷ്. അപ്പൊ കണ്ടോ, ലൈറ്റ് ഉള്ള വീടാട്ടോ ഇത്. പക്ഷെ അവര് ഒരു വൈബിന് വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പൊ ഇത് നല്ല ഐഡിയ ആണ്. നമുക്ക് പെട്ടെന്നൊരു കാര്യം ഉണ്ടാക്കണമെങ്കിൽ
ഇതിങ്ങനെ കണ്ടിച്ചിട്ട് ചെയ്താലും മതി അല്ലേ? സ്റ്റീക്ക് ഞങ്ങൾ എന്ന് ഈ ബെസ്റ്റ് ആളുകളാണ് സീക്രട്ടുകൾ പറയണത് അല്ലേ? നല്ല രസമുണ്ടല്ലേ? എനിക്ക് സിനിൽ ആക്ച്വലി ലെഫ്റ്റ് ഹാൻഡാ. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്? ജെൻസ് പറയണ പ്രൊഫഷണൽ നോക്കിക്കണ്ട. അതങ്ങനെയല്ല കൈ അതിന്. എനിക്കിതൊരു നല്ലൊരു ട്രിക്കായിട്ട് തോന്നി കേട്ടോ. പെട്ടെന്ന് തന്നെ പ്രഷർ കുക്കറിൽ ഫ്രീസറിൽ നിന്ന് എടുത്ത് ഇറച്ചിയെടുത്ത് നമുക്ക് വേവിച്ചിട്ട് കടിക്കുന്നത്. അതങ്ങനെ പറ്റുമല്ലോ. അതാണ് വിനിയുടെ ചപ്പാത്തി ഉരുട്ടിയതും. ജെൻസും വിനിയും കൊണാന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സൈഡിൽ കേട്ടോ. ബട്ട് രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഇറച്ചിയുടെ അകത്ത് നീ എന്തിട്ടാ വേവിച്ചേ? ഉപ്പ്, മഞ്ഞപ്പൊടി, കല്യാണത്തിന് പോലും അതാണ് ടിൽജാസ് വേൾഡിന്റെ ഏറ്റവും വലിയൊരു എന്താ അയ്യോ വാക്ക് കിട്ടണല്ലോ, സുലഭ നിമിഷം. അസുലഭ നിമിഷം. അപ്പം ഇറച്ചി വേവിച്ചപ്പോ നീ ഉപ്പ്, കുരുമുളക്, പിന്നെ മഞ്ഞപ്പൊടി ഇത്രയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഇനി ഇത് എന്നാ ബ്രോത്ത് എന്നല്ല ഇംഗ്ലീഷിൽ പറയണേ, അത് എന്താ ചെയ്യുന്നേ? അത് ചാറായിട്ട് വരും. ഓ, ഇതാണ് ചാറാക്കാന്നല്ലേ? എങ്ങനെയുണ്ട്? വെറും ഉപ്പും മുളകും നിങ്ങൾ രണ്ടുപേരും ക്യാമറയുടെ ഉള്ളിൽ നിർത്തിയിട്ടില്ല. ഓ അങ്ങനെ നിങ്ങൾ രണ്ടുപേരും വേണം. ഇച്ചിരി മഞ്ഞപ്പൊടി, പിന്നെ ഒരു സെക്കൻഡ് പൊടി ഇതല്ലേ മല്ലി, മല്ലി ഒരു 2 അല്ല 3 ഇനിയുണ്ടോ? സിനിലെപ്പോഴും കുറച്ച് അധികം ഇടും. 4. അത് നല്ലതാ. മല്ലിപ്പൊടി അല്ലെങ്കിൽ ഇച്ചിരി കൂടി നിൽക്കണമെന്നാണ് അല്ലേ? പിന്നെ ഇനി കൈ കിട്ടുന്നതാണോ? കുരുമുളക് അല്ലേ? കുരുമുളകല്ലേ? ഞാൻ വേണമെങ്കിൽ ഇറക്കി സഹായിക്കട്ടെ. ഒന്നും കൂടെ സൂപ്പിട്ടേ. ഞാനിപ്പോ ഇളക്കി ഇട്ടോ, പക്ഷെ നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ചുമ്മാ എല്ലാം കൂടെ ഇങ്ങോട്ട് കൂട്ടിട്ടെ, പക്ഷെ ഓരോ സ്ഥലത്തായിട്ട് ഇനി അങ്ങോട്ട് ചോദിക്കോ. ഇതെന്താ ഇത്? ഇനി എന്ത് ചെയ്യാ? അപ്പൊ ഇന്ന് മസാലപ്പൊടി ഇല്ലാത്ത ഒരു ഇറച്ചിക്കറിയാണ്. സാധാരണ ഇച്ചിരി ഗരം മസാല കൂടി ഇടണം അല്ലേ? ഉണ്ടായിരുന്നെങ്കിൽ എത്ര ഇനി വേണമെങ്കിൽ ഞാൻ തന്നെ ഡയറക്ടർ, ഞാൻ തന്നെ ക്യാമറമാനോട് പോകാനായിട്ട്. ഇത്രേ ഉള്ളോ? മുളക് പൊടി ഇട്ടില്ല, അതിനാണോ മറ്റേ കുരുമുളക് ഇട്ടത്? കുറച്ച് മുളക് പൊടി. ആ വേണമെങ്കിൽ ഒരു കളർ. നമ്മുടെ മുളക് പൊടി ഭയങ്കര എരിവുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ ഭയങ്കര കുറച്ചിടുള്ളൂ. മമ്മി സ്പെഷ്യലായിട്ട് കൊടുത്തയച്ചത്. ഞാൻ പറയട്ടെ, ഗരം മസാല നമുക്ക് ഇച്ചിരി സിമന്റിന്റെ പൊടിയൊക്കെ സിമന്റ് പൊടി, മറ്റേ കറുവാപ്പട്ട, പിന്നെ ഇത് പിന്നെ ജീരകം വേണമെങ്കിൽ ഇച്ചിരി ഇടാം. പിന്നെ ജാതി ഉണ്ടോ? ജാതി ഉണ്ട്, പക്ഷെ ജാതിന് പൊടിയൊന്നുമില്ല. ഇല്ല, ശരിക്കും എന്റെ അടുത്ത് ജാതിപത്രി ഉണ്ട്. ജാതിപത്രി അല്ലേ? ജാതിപത്രി അല്ലല്ലോ വേണ്ടത്.
നട്ട്മഗ് പൗഡർ ഇല്ല പക്ഷെ പൗഡറില്ല മറ്റേ അതിന്റെ പൗഡറിന്റെ പേരെന്താണ് മുസ്കാറ്റ്നോസ്. ഞങ്ങൾ ജർമ്മനിൽ മുസ്കാറ്റ്നോസ് ഇത്ര മതിയാ. പിന്നെ ഇനി എന്ത് ചെയ്യും? ഇപ്പൊ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കും. അവിടെ നിന്ന് കഴിഞ്ഞാൽ അവൻ ആരെ കൊണ്ട് പണിയെടുപ്പിക്കും. അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ സാധാരണ മനുഷ്യരായതുകൊണ്ട് സ്ഥലത്ത് പോയതെല്ലാം വർക്ക് ചെയ്തിട്ട് അതാണ് എന്റെ ഒരു സീക്രട്ട്. ഇനി ഇങ്ങനെ പോയതെല്ലാം ഞാൻ ഇങ്ങനെ വായിലേക്ക് ഇടുന്നു. അവൻ നന്നായിട്ട് ഇളക്കുന്നുണ്ടോ എന്നുള്ളത് ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണിത്. നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഗരം മസാലയുടെ ഒരു കുറവുണ്ട്, പക്ഷെ സാരമില്ല, ഞങ്ങൾ അത് സഹിക്കും അല്ലേടാ. അതെ. അപ്പൊ ഇതിനകത്ത് തക്കാളി ഒന്നും ഇടില്ലല്ലേ? തക്കാളി ഇല്ല, തക്കാളിയൊക്കെ തീർന്നു. ഓ ശരിക്കും തക്കാളി ഇടണം, ഉരുളക്കിഴങ്ങ് ഇടണം. ആണോ? വണ്ടിയുടെ അകത്ത് തക്കാളി ഉണ്ടായിരുന്നു. പുകഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്, പുകഞ്ഞ്. ഇനി ആ തേങ്ങാപ്പാൽ ഒഴിക്കും. ആഹാ, സൗണ്ട് കേൾക്കുന്നുണ്ടോ? സോറി, ഇനി ഒന്നും കേൾക്കാൻ പാടില്ല എന്ന് കരുതി അവര് അത് ഓണാക്കി വെച്ചേക്ക് കിടന്ന് എക്സോസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ അകത്ത് വീണ്ടും ഒരു പാക്കറ്റ് തേങ്ങാപ്പാൽ ഒഴിക്കാൻ പറ്റും. അപ്പം അതിൻ്റെ അകത്തോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചൊന്ന് ഇളക്കിയിട്ട് നമ്മൾ ഒന്നുകിൽ തിളച്ച വെള്ളം ഒഴിക്കുക, അല്ലേ, ചൂടാക്കിയ വെള്ളം ഒഴിക്കുക. അതല്ല എങ്കിൽ ഇവിടെ ഇതിനെ വേവിച്ച് ഇതുണ്ട്, സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അത് അങ്ങോട്ട് ഒഴിച്ചു. അപ്പോൾ ഇത് അങ്ങനെ പണിയൊക്കെ തീർത്ത് മിസ്റ്റർ സിനിൽ ലോറൻസ് എൻജോയ് ചെയ്യാൻ പോവാണ്. ആളുടെ അടുത്ത് ചൂടെടുക്കണമെന്ന്. ഇനിയിപ്പോൾ അത് അടുത്ത കലാപരിപാടിക്കുള്ള ഇതിലാണ് ചപ്പാത്തി വരുത്താൻ പോവുക. ഇതാണ് സിനില് ഉണ്ടാക്കാൻ വെച്ചേക്കുന്ന നാരങ്ങ അച്ചാറിൻ്റെ പ്രിപ്പറേഷൻ അല്ലേ? അടിപൊളി. ഓ, കുക്കിംഗ് അറിയാവുന്ന ഒരു കെട്ടിയവനുള്ളത് നിന്റെ ഭാഗ്യല്ലേടി. ഇവിടെ കുക്കിയൊക്കെ ചെയ്യുമായിരിക്കും അല്ലേ? അത്യാവശ്യ കാര്യങ്ങളൊക്കെ. പിന്നെ ഏത് സാധനമാണ്? മുട്ട പൊരിക്കും, അരിയിടും. ഇല്ല, അത്യാവശ്യം അവിടെ എല്ലാം കുക്ക് ചെയ്യും കേട്ടോ. പക്ഷെ സിനില കൂടുതലും കുക്ക് ചെയ്യണമെന്ന് തോന്നുന്നു അല്ലേ? യെസ്. നമ്മുടെ വിനിക്കുട്ടിയുടെ കലാവിരുന്നിലേക്ക് കിടന്നു. പിന്നെ ഇരിക്കട്ടെ, എന്നാ നീ എന്താ എല്ലാം കൂടി പെട്ടതോ? ആ, അത് ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടായിക്കോട്ടെ, പക്ഷെ നീ ഉണ്ടാക്കുന്ന പോലെ അല്ലല്ലോ എല്ലാരും ഉണ്ടാക്കണം അല്ലേ? ആ, എനിക്കുണ്ടാക്കാൻ അറിയില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവരെന്ത് സ്പീഡിലാണ് ഈ നോർത്ത് ഇന്ത്യക്കാർ ചെയ്യുന്നത്? ഞാൻ ഒട്ടും ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ലാത്തൊരു സാധനമാണ് ചപ്പാത്തി. എത്ര ഉണ്ടാക്കിയാലും ഒക്കാത്തൊരു സാധനം. അതിപ്പോ നീ പറഞ്ഞ പോലെ ഞാൻ ആ ട്രിക്ക് ട്രൈ ചെയ്തു. എത്ര ഉണ്ടാക്കിയാലും വൻ പരാജയമായൊരു സംഭവമാണ് ചപ്പാത്തി എനിക്ക്. അപ്പോൾ അവിടെ തന്നെ അത് പരത്താനും ഉണ്ടാക്കാനൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുമായിരുന്നു. അതിൻ്റെ ഒരു ആയിരുന്നു ഞാൻ. ഞാൻ കുക്കിംഗ് ക്ലാസ്സിന് വന്നതല്ലേ? വെരി നൈസ്. ഇതെന്ന് എങ്ങനെയുണ്ട്? സൂപ്പറാണോ? സിംഗിളങ്ങളുണ്ടാക്കിയ ഇതെങ്ങനെയുണ്ട്? ബീഫ് എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? നിന്റെ കഷ്മക്കാണോ? തേങ്ങാപ്പാൽ ഇഷ്ടമല്ല അല്ലേ? പക്ഷെ നല്ലതായിട്ടുണ്ട്. അടിപൊളിയാണോ? ആ, ബീഫ് കൊച്ചിന് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. പക്ഷെ ബീഫ് ഫ്രൈ ഉണ്ടാക്കി ഞങ്ങൾ നന്നായിട്ട് കഴിക്കും. പിന്നെ ഇത് കാണുന്നതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ സാറാ? സിംഗിളങ്ങൾ അതിൻ്റെ അകത്ത് ഒരു തുള്ളി മുളക് ഇട്ടിട്ടുള്ളൂ, ഒരു കുഞ്ഞ്. നല്ലതാണോ? നല്ലതാണോ? ഒച്ചടാ കഴിച്ചു. പൊറോട്ട ചപ്പാത്തി പൊറോട്ട എന്ന് പറഞ്ഞ് കഴിക്കുന്നൊരു വ്യക്തി. ഇവിടെ ചപ്പാത്തി പേസ്റ്റ്.
അങ്ങനെ ഞങ്ങളിനി ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങ് ഇരുന്നു. അറ്റ് ലാസ്റ്റ് പറയൂ, മനസ്സ് തുറന്ന് പറയൂ. കുളിച്ച് സമയം 12:20 കുളിച്ച് ഡ്രസ്സ് മാറി ഇനി ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പം വിനി ഉണ്ടാക്കിയ ചപ്പാത്തിയും സിംഗിളങ്ങളുണ്ട്. ചേച്ചി പരത്തിയ ചപ്പാത്തിയും. അത് പരത്തിയല്ലോ ഉണ്ടാക്കിയത്, നീ തന്നെയാണല്ലോ. ഞാൻ പരത്തി പഠിച്ചതാന്ന് പറയാം. ഇത് ഞാൻ കഴിക്കാൻ പോകട്ടെ. നോക്കട്ടെ, ആക്ച്വലി ടേസ്റ്റ് ചെയ്ത് അടിപൊളിയായിരുന്നു. എന്താണെങ്കിലും ഹായ് എന്ന് പറയണം. അടിപൊളിയാ, നല്ല എരിവുണ്ട്, നല്ല എരിവ്. നമ്മൾ ഒരുമിച്ചല്ലേ പൊടികളിട്ടത്? പൊടിക്കൊന്നുമല്ല, എനിക്ക് മുളക്, അതും ഈ മുളക് ഉണ്ടാക്കി ഇട്ടേ നോക്കി കാണിച്ചത് കുഞ്ഞുമയാന്ന് കീറിയിട്ടാ പോരായിരുന്നു തീർക്ക്. അപ്പൊ എടുത്തു കളയാൻ ടെൻഡൻസി വരും. അത് ശരിയാ, ഇപ്പൊ തീരെ ടെൻഡൻസി ഇല്ല, കഷ്ടപ്പെട്ട് വന്നു. അതെ, ഈ മുളകിന്റെ എരിവാ. കാര്യം പറഞ്ഞാൽ പൊടിയിലൊന്നും അധികം ഇട്ടിട്ടില്ല, പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ പൊടിയുടെ ആളല്ല. പൊട്ടറ്റോ ഉണ്ടായിരുന്നില്ല, പൊട്ടറ്റോ ഉണ്ടെങ്കിൽ പൊട്ടറ്റോ ഇടണം, പിന്നെ ടൊമാറ്റോ ഇടണം. അപ്പൊ നല്ലൊരു ബാലൻസ് കിട്ടും. പൊട്ടറ്റോ ഇട്ടാൽ കുറച്ചുകൂടി കൊഴുപ്പ് കിട്ടും, പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലേ. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇനി ചപ്പാത്തി അടിപൊളിയായിട്ടോ, സത്യമായിട്ടും. അവളോട് ഞാൻ പണ്ടേ ചോദിച്ചതാണ് എന്തെങ്കിലും സാധനം മേടിക്കാനുണ്ടോ, എന്തെങ്കിലും സാധനം മേടിക്കാനുണ്ടോ. അവള് പറഞ്ഞു വേണ്ടാന്ന്. എന്താ എനിക്കേണ്ടത്? ടൊമാറ്റോ. ഇവിടുത്തെ കുക്ക് ചെയ്തതിന് പകുതി കഴിഞ്ഞപ്പോഴല്ലേ ടൊമാറ്റോ വേണമെന്ന് പറഞ്ഞേ. നല്ല ഒരുപാട് അത് ഞാൻ ഉണർന്നു, എന്റെ കണ്ണുകളൊക്കെ ഉണർന്നു. ചെറിയൊരു മയക്കത്തിലിട്ട് പൊട്ടിയിരുന്നു. അവിടെ അപ്പുറത്തൊരാൾ ഉറങ്ങി. ഈ ദിവസം ഉറങ്ങി, സാധാരണ കിടന്നു. അടിപൊളി, എടുത്തല്ലേ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇനിയിപ്പോ ഇത് നീണ്ടു നിൽക്കുന്ന ഒരു, നമ്മളിവിടെ കൂടി കഴിഞ്ഞാൽ പിന്നെ 4 മണി 5 മണി ഈ ഒരു കുപ്പി തീരാണ്ട് പിന്നെ വേറെ 2 കുപ്പികൾ തീരാണ്ട്. ഇത് 2 എണ്ണം, 4 കുപ്പിയാണ് ഇവരുടെ ഇന്നത്തെ ശീലം. കളിയന്മാരല്ല ഇളിയന്മാരാവും. അളിയന്മാരൊക്കെ അതെ, ഇതിന്റെ താഴത്ത് എഴുതിയിരിക്കണം മദ്യപാനം ആരോഗ്യത്തിന്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാൻ മാത്രം മദ്യപിക്കില്ല, ഞാൻ നല്ല മിടിക്കുക. ചേച്ചിക്കുള്ള ഹ്യൂഗോ ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതെ, എന്താ ഹൂഗോ ഫ്രിഡ്ജിൽ വെച്ചാൽ കുടിച്ചില്ല, എനിക്ക് കുടിച്ചാൽ ഞാൻ അപ്പം ഉറങ്ങി പോകാറുണ്ട്. ബട്ട് യെസ്, അങ്ങനെ. അപ്പൊ ഇന്നത്തെ ദിവസം അവസാനിച്ചിരിക്കുന്നു. പിറ്റേ ദിവസം തുടങ്ങി, പക്ഷെ ഇതിങ്ങനെ വെളുപ്പാങ്കാലം വരെ നീണ്ടു നിൽക്കും. അതുകൊണ്ട് എല്ലാവരും 12:20 അല്ലെങ്കിൽ നല്ല രസമുണ്ട്. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കണം നമ്മുടെ ഷെഫ് സിനിൽ ലോറൻസ്. നിന്റെ മുമ്പിൽ വലിയൊരു കുപ്പിയുണ്ട്. അയ്യോ, നിന്റെ ഹെയർ നീ കഴിച്ചു തുടങ്ങിയില്ല. ആ ഹെയർ ഒന്ന് കഴിച്ചിട്ട് എക്സ്ക്യൂസ് മീ പോലെ സിനിലെ പട്ടി ഷോ. ഇല്ലാത്തവർക്ക് പലതും തോന്നും. അതാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊക്കെ നല്ല തലമുറ ഉണ്ടോളൂ. കണ്ണു പറ്റില്ല പണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ യേശുക്രിസ്തു വന്ന് തുറച്ചു നോക്കി യേശുക്രിസ്തുന്റെ വല്ല ചായ ഇത് വെച്ചിട്ട് ഏയിലാക്കാം യേശുക്രിസ്തു. ഒരു സാധനം. അപ്പൊ ഗുഡ് നൈറ്റ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ. ഇത് ഞാൻ ഉണ്ടാക്കിയ ബെറീസിൻ്റെ ക്രംബിളായിരുന്നു കേട്ടോ. ഗുഡ് ആഫ്റ്റർനൂൺ. ആക്ച്വലി ഞങ്ങൾ ഇന്നലെ ഈ ബ്ലോഗ് നിർത്തണം എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ഇരുന്ന് കഴിയുമ്പോഴേക്കും ഉച്ചയുണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചുമ്മാ ചിന്തിച്ചപ്പോഴാണ് ഇല്യൂഷൻ ഓഫ് മ്യൂസിയത്തിൽ വരാമെന്ന് ചോദിച്ചു. ഫുഡ് വരും. അപ്പോൾ ഞങ്ങൾ ഒരു വാലി ഇരിക്കുകയാണ്. ഇല്യൂഷൻ ഓഫ് മ്യൂസിയത്തിൽ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. ശരി, ഇല്യൂഷനിലേക്ക് വന്നിരിക്കുകയാണ്. മ്യൂസിയം ഓഫ് ഇല്യൂഷൻസ് സ്റ്റുട്ട്ഗാർട്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഇതിപ്പോൾ ഇതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ വന്നു. പക്ഷെ ഇത് നമ്മൾ അങ്ങോട്ട് പക്ഷെ ക്യാമറയ്ക്ക് അത് കാണത്തില്ല കേട്ടോ. ഇവർ കാര്യമായിട്ട് നോക്കുന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ഒരു 3D ഇതായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, കോറിഡോറിലായിട്ട് നമ്മൾ കയറുന്ന പോലെ ഇപ്പോൾ തോന്നും, പക്ഷെ സൈഡിലായിട്ട് മാറുമ്പോഴേക്കും നോക്കി നമ്മൾ കണ്ടോ ഇങ്ങനെയാകും.
ഇത് ഇല്യൂഷൻ ഓഫ് ഇതിൻ്റെ ആ ഒരു കോറിഡോറിൻ്റെ ഒരു ഇല്യൂഷനാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ, ഇത് ഭയങ്കര ഒരു സംഭവമല്ലേ. പിന്നെ ഇവരെല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞില്ല ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ, ഇത് ആക്ച്വലി അങ്ങോട്ട് ഉള്ളിലായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും നമ്മളിങ്ങനെ നോക്കുമ്പോൾ പുറത്തോട്ടൊക്കെ കണ്ടില്ലേ, ഉള്ളിലാണ് സംഭവം. പക്ഷേ പുള്ളിക്കാരൻ്റെ ഫേസ് 3D എഫക്റ്റിലാണ് വരുന്നത്. അത് ആ ഇല്യൂഷനും കൊള്ളാം അല്ലേ സംഭവം. ഇത് എന്താ സംഭവം എന്ന് നമുക്ക് മനസ്സിലാകത്തില്ല, പക്ഷേ ഇത് കണ്ടോ പുറത്താണ് സംഭവം. അപ്പോൾ ഇതുപോലത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പല സംഭവങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പലതും നമുക്ക് മനസ്സിലാവുകയേ ഇല്ല ഇതെങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ളത്. അപ്പം വിനിയാണെങ്കിലും വളരെ കാര്യമായിട്ട് ഓരോന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ സാറാമോൻ്റെ എന്താ പറയുക ഒരു ഡാൻസിങ് മൂഡിലിട്ടാണ് ആളെത്തി ലൈറ്റൊക്കെ കണ്ടപ്പോഴേക്കും. പിന്നെന്താ ഇങ്ങനെ ഓരോന്നും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്താണ് ഇങ്ങനെയാണ് നമുക്കിത് മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാകുന്നില്ലയോ എന്നുള്ളതൊക്കെ ഒരു എക്സ്പ്ലോറിങ് രീതിയിലായിരുന്നു കേട്ടോ. ഇത് പക്ഷേ ഒരു അടിപൊളി മ്യൂസിയമാണ്, പ്രത്യേകിച്ച് പിള്ളേർക്കും നമുക്ക് വലിയവർക്കാണെങ്കിലും ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാനും ഇതൊക്കെ. ഇതിൻ്റെ അകത്ത് കുറേ നേരം ഞങ്ങൾ നിന്ന് വർക്ക് ചെയ്യേണ്ടി വന്നു. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലേസറാണ് കേട്ടോ. ഇനി അങ്ങനെ നല്ലൊരു അടിപൊളി വീക്കെൻഡ് ആയിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് മൈനിങ്ങിൽ പോയി, പിന്നെ ഇവരുടെ അടുത്ത് പോയി കിടന്ന് കുറേ നേരം തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് ആകെ ക്ഷീണമായിരുന്നു കേട്ടോ. പക്ഷേ ഭയങ്കര നിറഞ്ഞ മനസ്സോടെയാണ് നമ്മൾ തിരിച്ച് വീണ്ടും സ്വിസിലായിട്ട് വന്നത്. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഞങ്ങളുടെ ഈ ഫോട്ടോസും വീഡിയോസും ഈ കലപില വർത്തമാനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കുക. ഇന്നത്തെ വ്ളോഗ് കുറേ കലപിലയായിരുന്നു, ബട്ട് ഐ ഹോപ്പ് യു വിൽ എൻജോയ് ഇറ്റ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ കേട്ടോ.